الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വാർഷിക സമ്മേളനത്തിൻ്റെ 4-ാമത്തെ ദിവസം അനുഗ്രഹീതമായ ജുമാ ദിവസമാണ്. ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തോടെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മുടെ വരവ്, നമ്മുടെ തിരിച്ചുപോക്ക്, നമ്മൾ എന്തിനു വേണ്ടി വന്നു, എന്തിനു വേണ്ടി ഇവിടെ സമയം ചിലവഴിച്ചു, ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. എൻ്റെ നാഥ, മരിച്ചവരെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നതെന്ന് എനിക്ക് കാണിച്ചു തരിക. അല്ലാഹു പറഞ്ഞു, നീ വിശ്വസിച്ചിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, ഞാൻ വിശ്വസിച്ചിട്ടുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എൻ്റെ മനസമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ഉന്നയിച്ചത്. അല്ലാഹു പറഞ്ഞു, നീ 4 പക്ഷികളെ പിടിച്ച് അവയെ നീയുമായി നല്ലപോലെ ഇണക്കുക. എന്നിട്ട് അവയിൽ ഓരോ ഇനത്തെയും ഓരോ കുന്നിന്മേൽ വയ്ക്കുക. പിന്നീട് അവയെ വിളിക്കുക. എന്നാൽ അവ നിന്റെ അടുക്കലേക്ക് ഓടി വരുന്നതാണ്. അല്ലാഹു പ്രതാപവാനും യുക്തിജ്ഞനുമാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഇന്ന് രാവിലത്തെ ദർസുൽ ഖുർആനിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. സ്വർഗത്തിലെ വൃക്ഷം, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, അത് സംബന്ധിച്ച് നമുക്കുണ്ടായിരുന്ന സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെട്ടു വിശുദ്ധ ഖുർആൻ്റെ വിശദീകരണത്തിലൂടെ. ഇതുപോലെ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു കാര്യം സമർപ്പിക്കുകയാണ്. ഈ മരിച്ചവരെ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത്? മരിച്ചവരെന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ്റെ അഥവാ മുൻകാലങ്ങളിൽ വന്ന വേദഗ്രന്ഥങ്ങളുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാത്തവരെയാണ് മരിച്ചവരെന്ന് പറയുന്നത്. നമ്മളൊക്കെ ഏതാണ്ട് ഒരു മരണാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മളെ ജീവിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മളെ ഒന്ന് ഉണർത്തുന്നതിന് വേണ്ടി അല്ലാഹു തആല ഈ നൂറ്റാണ്ടിൽ ഒരാളെ നിയോഗിച്ചത്. മുൻകാലങ്ങളിലും ഇങ്ങനെ നിയോഗിച്ചു കൊണ്ടിരുന്നു. നമ്മൾ നിദ്രാവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ പ്രവർത്തനമില്ലാതിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മളെ തട്ടി ഉണർത്തി പ്രവർത്തനക്ഷമത ഉള്ളവരാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹുവിൽ നിന്നുള്ള ദൂതന്മാർ വരുന്നത്. അപ്പോൾ പക്ഷികളെ നിങ്ങൾ ഇണക്കുക. പക്ഷികളെ പിടിച്ച് 4 സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് വയ്ക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഖലീഫത്തുള്ളാഹിൽ നിന്ന് വന്ന നമ്മൾ അയച്ച ഒരു കത്തിൻ്റെ മറുപടിയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും
ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും എത്ര പേർ ഈ വിളിക്ക് ഉത്തരം നൽകി ഇവിടെ എത്തിയെന്ന്. ഒരു കാഹളം മുഴക്കി, പറവകൾ നിങ്ങൾ ഇണക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുമായിട്ട് അവർക്ക് സൗഹൃദവും ബന്ധവും ഉണ്ടെങ്കിൽ നിങ്ങളെ തേടി അവർ നിങ്ങളിരിക്കുന്നിടത്തേക്ക് വരും. അങ്ങനെ പറന്നു വന്നവരാണ് ഇതിൽ 99% ആളുകൾ. ചില പക്ഷികൾക്ക് വേണ്ടതുപോലുള്ള ശിക്ഷണം കിട്ടാതെ പോയതുകൊണ്ട് അവർക്ക് പറക്കാൻ കഴിഞ്ഞില്ല. അവർ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുമായി അവരെ ഇണക്കുക, അതൊരു ഭാരിച്ച ജോലിയാണ്, ആളുകളെ ഇണക്കുക എന്നുള്ളത്. അതിന് നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. നമ്മുടെ ഏറ്റവും വലിയ വികാരം സ്നേഹമാണ്. മതം എന്ന് പറഞ്ഞൊക്കെ ഉള്ള കാര്യങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കട്ടെ. നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട വികാരം സ്നേഹമാണ്. സ്നേഹമുണ്ടെങ്കിൽ ബാക്കി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും. ഇന്ന് ലോകത്ത് ആയിരക്കണക്കിന് ആളുകളെ ദിനേന കൊന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഈ സ്നേഹമെന്ന വികാരം നമ്മിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിനെക്കുറിച്ച് എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത്, മരിച്ചവരെ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് വെച്ചപ്പോൾ അവരെ ജീവിപ്പിക്കാനുള്ള വഴി വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു, നിങ്ങൾ സ്നേഹിക്കുക. അപ്പോൾ അവരെത്ര ദൂരെയാണെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചാൽ എത്ര വിദൂരതയിലായാലും അവർ പറന്നെത്തും. ഇത് പക്ഷികളുടെ ഉപമ പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ ആത്മീയ പറവകളാണ് നമ്മളൊക്കെ. നമ്മുടെ ആത്മാവ് അള്ളാഹുവിൻ്റെ സൗജത്തിൽ നിന്നും പറന്നു വന്നതാണ്. ഇനി ഈ ആത്മാവ് അതുപോലെ പറന്ന് അങ്ങോട്ട് തന്നെ പോകും. അപ്പോൾ സ്നേഹം അത് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവിന് വേണ്ടതുപോലെ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, ഭാര്യയ്ക്ക് വേണ്ടതുപോലെ ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, ഭർത്താവിനും ഭാര്യയ്ക്കും തങ്ങളുടെ മക്കളെ ഒരേ രീതിയിൽ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല. അങ്ങനെ താറുമാറായി പോകുന്ന കുടുംബജീവിതങ്ങൾ. അതിനെല്ലാം നമ്മൾ സാക്ഷികളാണ്. നമ്മൾ ഓരോരുത്തരും അതിലെ കഥാപാത്രങ്ങളുമാണ്. നമുക്ക് വേണ്ട രീതിയിലുള്ള ശിക്ഷണം കിട്ടാതെ പോയതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ അകൽച്ച ഉണ്ടായി വരുന്നത്. ഈ പക്ഷികളുടെ കാര്യം പറഞ്ഞപ്പോൾ വളരെ അത്ഭുതകരമായ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരികയാണ്. തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് സുൽഫിക്കർ അലി സാഹിബ് താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ രാവിലെ ആകുമ്പോൾ അദ്ദേഹത്തെ തേടി പല രീതിയിലുള്ള പക്ഷികൾ അവിടെ വരികയാണ്. ഞാനൊരു ഭാഗത്ത് മാറിയിരുന്ന് ഇത് പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചു. ഇച്ചിരി ആഹാരം എന്തോ മാവിൻ്റെ എന്തോ പൊടി കയ്യിൽ വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ ആ പക്ഷികൾ ഒരു ഭയവുമില്ലാതെ കയ്യിൽ വന്നിരുന്ന് അത് ഭക്ഷിച്ചിട്ട് അത് പറന്നു പോകും. അപ്പോൾ അവർക്ക് സുരക്ഷിതത്വം ഒരുക്കുന്ന ആളാണ് ഈ ഇരിക്കുന്ന ആൾ. പക്ഷെ ഞാൻ അപ്പുറത്തിരിപ്പുണ്ട്, എൻ്റെ അടുത്ത് ഒരു പക്ഷിയും തിരിഞ്ഞു നോക്കുന്നില്ല, എൻ്റെ അടുത്തോട്ട് വരുന്നതുമില്ല. അപ്പോൾ ആ പക്ഷിക്ക് ബോധ്യമായി ഈ ആൾ എൻ്റെ സംരക്ഷകനാണ്. അപ്പോൾ അവർ സുരക്ഷിതമായിരിക്കും ഈ ആളിൻ്റെ കയ്യിലെന്ന നിലയിലാണ് ഈ കയറി വന്ന് ഇരിക്കുന്നതും. ഈ പക്ഷികൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പോകും. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഖുർആൻ ക്ലാസ്സും കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ 5-10 മിനിറ്റ് പോയി കിടക്കുകയാണെങ്കിൽ
ഈ പക്ഷികൾ വന്ന് വിളിച്ചുണർത്തുന്നത് ഞാൻ അവിടെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഈ പക്ഷികളെല്ലാം ഇങ്ങനെ ചിറകടിച്ച് അവിടെ വരികയാണ്. അപ്പോൾ എന്തെങ്കിലും 10 രൂപയുടെ സാധനം വാങ്ങിച്ചുകൊണ്ടത് വെച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് കൊടുക്കും. പറവകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ ഇവിടെ ഇന്ന് നമ്മുടെ മുമ്പിൽ എവിടെ പോയിരുന്നു എന്നറിയത്തില്ല. അവർ വിദൂരതയിൽ എവിടെയോ രാപ്പാർത്തിരുന്നു, പക്ഷേ അവർ പറന്നെത്തുകയാണ്. ഇതുപോലെ മരിച്ചുപോയി കിടക്കുന്നവരെ നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ 1 സ്നേഹം, 2 സംരക്ഷണം അവർക്ക് കിട്ടും എന്നുള്ള ഉറപ്പ്. സ്നേഹമുണ്ടായിരിക്കണം, സംരക്ഷണം കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടാകണം. സ്നേഹവും സംരക്ഷണവും കൊടുക്കുവാൻ നമ്മൾക്ക് കഴിയുമെങ്കിൽ അവർ പറന്നു വരും, മനുഷ്യരെ നമുക്ക് ജീവിപ്പിക്കുവാൻ കഴിയും. ഈ 2 കാര്യം നമ്മുടെ കയ്യിലില്ല, കുറവാണ്. അത് എത്രത്തോളം പരിപോഷിപ്പിക്കുന്നുവോ അതനുസരിച്ച് നമുക്ക് മരിച്ചു കിടക്കുന്നവരെ ജീവിപ്പിക്കാൻ കഴിയും. മനുഷ്യർക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ അമൂല്യമായ കാര്യം സ്നേഹം ഇല്ലായ്മയാണ്. എന്നെ സ്നേഹിക്കുന്നില്ല എന്ന തോന്നൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എൻ്റെ കാര്യം നോക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. കാരണങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് മാത്രം നമ്മൾ നോക്കുന്നില്ല. നമുക്കെല്ലാം വേണം, പക്ഷേ നമ്മളൊന്നും കൊടുക്കുവാൻ തയ്യാറല്ല. നമ്മൾ സ്നേഹവും സംരക്ഷണവും സുരക്ഷിതത്വവും ഒരുക്കണം. അതിന് നമുക്ക് ശിക്ഷണം വേണം. ആവശ്യമായ സ്ഥലത്ത് പോയി അതിനെ പരിശീലിക്കണം. ആ പരിശീലനം എത്തിച്ചു കഴിഞ്ഞ ആൾക്ക് മാത്രമേ അവയെ സംരക്ഷിക്കുവാനും രക്ഷിക്കുവാനും കഴിയുള്ളൂ. ഹസ്രത്ത് ഖലീഫത്തുള്ള 2019 ആഗസ്റ്റ് 30 നടത്തിയ ഈ പ്രഭാഷണത്തിൽ ലോകമെങ്ങുമുള്ള ജമാഅത്തു സഹീൽ ഇസ്ലാം അംഗങ്ങൾ ദഅവത്തുള്ള എന്ന പദവുമായി നിത്യപരിചയത്തിലായിരിക്കുന്നു എന്നറിയാം. അള്ളാഹുവിലേക്ക് നമുക്ക് ആളുകളെ ക്ഷണിക്കണം. അതിന് ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി അതിലുള്ള തത്വങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു എന്ന് വിചാരിച്ചൊന്നും ദഅവത്തുള്ള ആകത്തില്ല. നമുക്ക് ഈ നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകളെ ഒന്ന് സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടുന്ന ചില സേവനങ്ങൾ ചെയ്തു കൊടുക്കുവാനും നമുക്ക് ആദ്യം കഴിയണം. അങ്ങനെ ഇത് രണ്ടും നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമാണ് നമ്മളടുത്തേക്ക് അവർ പിന്നെ വരികയാണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ്. ഈ 2 പ്രക്രിയയിലും നമുക്ക് ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ കഴിയും. അപ്പോൾ ആ സ്നേഹ സൗഹൃദം അങ്ങനെ വളർന്നാണ് അള്ളാഹുവിലേക്ക് നമ്മൾ മെല്ലെ എത്തുന്നത്. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ അടുത്ത് അള്ളാഹു എന്നോ ദൈവമെന്നോ 5 നേര നിസ്കാരമെന്നോ ഇതൊന്നും അല്ല അവിടുത്തെ വിഷയം. നിങ്ങൾ സ്നേഹിക്കുക. ഏറ്റവും വലിയ സ്നേഹം, കാരുണ്യം കാണിക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അവൻ്റെ കാരുണ്യം, അവൻ്റെ സ്നേഹം നമ്മളിലില്ലായിരുന്നു എങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള കൊടും ക്രൂരതകൾ വെച്ച് നോക്കിയാൽ എന്നേ ഇവിടെ നിന്ന് വിടേണ്ടതാണ്. അവസരം തന്നിരിക്കുകയാണ് വീണ്ടും. മനുഷ്യരെ ദൈവത്തിലേക്ക് ക്ഷണിക്കുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നും അവർക്കറിയാം. എല്ലാവരും ദൈവത്തിൻ്റേതാണ്, ദൈവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ദൈവത്തിനെ മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ ഈ പദവുമായി കൂടുതൽ അടുത്ത് പരിചയപ്പെടാനുള്ള കാരണം നിങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നതിൻ്റെ വിശദീകരണം എന്ന നിലയിൽ ഈ ദൗത്യം എത്തിക്കലാണ് എന്നും ഈ ദൗത്യത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ട് തുടർച്ചയായി നിങ്ങളെ കഴിഞ്ഞ കാലങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജന്മോദ്ദേശം അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത് അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ അറിയണമല്ലോ. അറിയുന്നത് ഈ സ്നേഹത്തിലൂടെയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് എനിക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാനാണ്. നിങ്ങളിൽ നിന്നൊരു നല്ല വാക്കോ ഒരു പ്രതിഫലമോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ
ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി വെച്ചതിന് ശേഷം ഈ ഖുർആൻ അവരുടെ മുമ്പിൽ പോയി ഓതുവല്ല വേണ്ടത്. ഈ ഖുർആൻ ഓതലല്ല, അത് നമ്മൾ പ്രവർത്തിക്കലാണ്. ഇന്നമാനുത്തഴിമുക്കും സത്യവിശ്വാസികളായ ആളുകൾ പറയുന്നു ഇന്നമാനുത്തഴിമുക്കും നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുന്നത് ലി വജിഹില്ലാഹി അള്ളാഹുവിൻ്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ടാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശക്കൂറ, നിങ്ങളിൽ നിന്നുള്ള ഒരു പ്രതിഫലമോ ഒരു നന്ദി വാക്കോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങളുടെ പ്രതിഫലം അള്ളാഹുവിൻ്റെ പക്കലുണ്ട്. ഇത് മനസ്സിലാക്കിയ സത്യവിശ്വാസിയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയും അവരെ നല്ല നിലയിൽ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്നതിന് വേണ്ടി മാത്രമായിരിക്കണം. അത് ഖുർആൻ ഓതിക്കൊണ്ടിരുന്നിട്ടൊരു കാര്യവുമില്ല. ഇത് പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കുമ്പോഴാണ് ആ ഖുർആൻ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി എന്ന് വരുന്നത്. ഇതങ്ങനല്ല. ഇത് നമ്മൾ ഓതി അങ്ങ് വിട്ട് തിരിയും കത്തിച്ച് ഊതി അങ്ങ് വിട്ട് സമൂഹം അങ്ങനെയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഖുർആനിലുള്ള ഈ 700 കൽപ്പനകൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് വ്യക്തിജീവിതത്തിലൂടെ തുടങ്ങി കുടുംബജീവിതത്തിലൂടെ സാമൂഹ്യ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങി ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് അവർ തന്നെ അന്വേഷിക്കും. ഞങ്ങൾ ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, നമ്മൾ എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങളെയും ഞങ്ങളെയും സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് അവരെ പരിവർത്തന വിധേയമാക്കാൻ കഴിയും. ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഠിന ജോലിയുടെ പ്രാധാന്യം മനസ്സിലാക്കുക. ഈ ജോലി മനുഷ്യനിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ നിങ്ങളിൽ അധികം പേരും എനിക്ക് പറയുന്നതിന് സന്തോഷമുണ്ട്, ഈ ജോലിയിൽ നിങ്ങൾക്ക് വലിയ പരിചയമൊന്നുമില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല. അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കണം. അതിന് നമ്മൾ കുറേ നോട്ടീസും ഇതുമായിട്ട് ഇറങ്ങി അതങ്ങോട്ട് വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇപ്പം നോട്ടീസ് കൊടുത്ത് ഞങ്ങൾ ഇതൊന്നും അല്ല അതിൻ്റെ വഴികൾ. തീർച്ചയായും ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങളുടെ മുഖങ്ങളുടെ ഭാവങ്ങൾ നിങ്ങൾക്ക് ചിലത് ചെയ്യണമെന്നുണ്ട് എന്ന് ദ്യോതിപ്പിക്കുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയാൽ നിങ്ങൾ കേട്ട ഈ കാര്യം അപ്പോഴേ മറന്നുപോകുന്നു. ഇതിപ്പം നമുക്ക് വളരെ ആവേശത്തോടെ ഈ കാര്യങ്ങളൊക്കെ ഖലീഫത്തുള്ള നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ കേട്ടിച്ചിരി ആവേശമൊക്കെ വരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് അപ്പാടെ മറന്നിട്ട് നമ്മൾ പഴയ പണിയിലേക്ക് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോടെല്ലാം ചെയ്യാൻ പറഞ്ഞ നിങ്ങൾ മറന്നു പോകുന്നു. ചിലപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്, ഞാൻ എന്തിനാണ് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത്രയും ഒച്ചയെടുത്ത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്. ഈ സന്ദേശത്തിൻ്റെ ദൗത്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ ഇത്രയും ആവർത്തനം ആവശ്യമാണോ? കാരണം നിങ്ങൾ ഇതിൻ്റെ മേൽ നല്ല നിലയിൽ പ്രവർത്തനം തുടങ്ങുന്നില്ല എങ്കിൽ ഈ മാനവകുലത്തെ ഈ ലോകത്ത് രക്ഷിക്കുവാൻ മറ്റാരുമില്ല. നാശത്തിൻ്റെ അഗാധഗർത്തത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ മറ്റാരുമില്ല. അപ്പോൾ ഈ പ്രവൃത്തി നമ്മൾ ചെയ്യാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ലോകത്ത് വലിയ അക്രമങ്ങളും കൊടിയ ഭീകരതകളും കൊടിയ പീഡനങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള ഈ അവസ്ഥയിൽ നിന്നും മാനവകുലത്തെ രക്ഷിക്കുവാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് ഹസ്രത്ത് ഖലീഫത്തുള്ള ഇത് കണ്ട് കേട്ട് മനസ്സിലാക്കി ദൈവിക ബോധനത്തിലൂടെ അതിൻ്റെ ഗൗരവം തിരിച്ചറിയുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒരേ കാര്യം തന്നെ, നിങ്ങൾ ഉണരുക, എന്നിട്ടൊരു പുതിയ ലോകം സൃഷ്ടിക്കുക. നമ്മളിലൂടെ അത് അല്ലാഹു തആല ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം നീ അവർ കൊടുക്കുക. തിരിച്ചു വരാൻ കഴിയാത്ത ഒരു ബിന്ദുവിലേക്ക് ഈ ലോകം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും തിരിച്ച് ഇങ്ങോട്ട് വരാനൊക്കാത്ത ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
മനുഷ്യൻ ദൈവത്തെ പിന്തള്ളിയിരിക്കുകയാണ്. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ഉറച്ചും ശക്തമായും പറയുന്നുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ അവർ പിന്തുടരുന്ന വഴികൾ അവനിൽ നിന്നും അവരെ വിദൂരത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ധാരാളം ഭൂമുഖത്തുണ്ട്. പക്ഷേ അവർ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അത് തെളിയിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ഇത് സംബന്ധമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. എന്തുകൊണ്ടാണ് ഈ ലോകത്ത് സമാധാനമില്ലാത്തത്? ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത്രയും വെറുപ്പും വിദ്വേഷവും കുടികൊള്ളുന്നത്? അപ്പോൾ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത്രയും വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുന്നത്? ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം സാമൂഹ്യ തിന്മകൾ നിലനിൽക്കുന്നത്? ഇത്രയധികം ഭയം എന്തുകൊണ്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്? പരസ്പരം വിശ്വസ്തത പുലർത്തുവാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു സഹോദരൻ്റെ യാത്രാമധ്യേ കയ്യിലുണ്ടായിരുന്ന ശകലം പൈസ ഉള്ളത് അതങ്ങ് പോയി. ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ദുരവസ്ഥയാണ്. ചതിക്കുക, വഞ്ചിക്കുക, കളിപ്പിക്കുക, പിടിച്ചു പറിക്കുക, കൊല്ലുക, ഇങ്ങനെയുള്ള എല്ലാ ദുരാചാരങ്ങളും മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്മയിൽ അധിഷ്ഠിതമായ ഒരു ലോകം കെട്ടിപ്പടുക്കുവാൻ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ഈ ലോകത്തിലുള്ളത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധികളായി ലോകത്ത് നന്മ പ്രവർത്തിക്കുവാൻ ആരാണുള്ളത്? പരസ്പരം വിശ്വസ്തത പുലർത്തുവാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? സത്യത്തിൽ മനുഷ്യൻ എവിടെയാണ് സമാധാനത്തെ അവൻ്റെ പിന്നിലേക്ക് മാറ്റി നിർത്തിയത്? എന്തേ? അവൻ്റെ സമനില തെറ്റിയിരിക്കുകയല്ലേ? നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ സമാധാനം എന്നത് ഇല്ല. അതെന്തുകൊണ്ട്? നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വീക്ഷണങ്ങൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ശരിയായ വഴിയിലൂടെ നമ്മുടെ ചിന്തകൾ, പ്രവർത്തനങ്ങൾ സഞ്ചരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ അരാജകത്വം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മോചനം വേണ്ടേ? എന്നിട്ട് നമ്മുടെ കൂടെ ഉള്ളവരെ മോചിപ്പിക്കേണ്ടേ? മഹാരോഗികളായി ഈ പറയപ്പെട്ട ദുർഗുണങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു ഈ ലോകം. ഈ ചികിത്സ നടത്തുന്നതിന് പ്രത്യേക നൈപുണ്യം നേടിയ വിഷഗ്വരന്മാർ ആവശ്യമാണ്. അതിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾക്ക് മാത്രമേ ഈ രോഗികളെ ശുശ്രൂഷിക്കാൻ കഴിയുകയുള്ളൂ. ഈ രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാൻ പറ്റൂ. അങ്ങനെയുള്ള ഒരു വിശ്വ മെഡിക്കൽ കോളേജാണ് ഈ സ്ഥാപനം. നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ ചുമ്മാ 3-4 മണ്ടന്മാർ വന്നിരിക്കുകയാണ്. അങ്ങനൊന്നും ധരിക്കേണ്ട. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു, ജഗന്നിയന്താവായ അല്ലാഹു, സകലതും കണ്ടും കേട്ടും അറിഞ്ഞും നോക്കിയും നിരീക്ഷിച്ചുമിരിക്കുന്ന അല്ലാഹു അവൻ്റെ തഖ്ദീർ അനുസരിച്ച് ഈ 15-ാം നൂറ്റാണ്ടിൽ ദൈവിക ബോധനം നൽകി ഇവിടെ എത്തിച്ചു. എന്നിട്ട് ഇവിടെ നിന്നും ഈ സത്യത്തിൻ്റെ പ്രകാശകിരണങ്ങൾ ലോകമെങ്ങും വ്യാപിക്കണമെന്നും അത് മനുഷ്യഹൃദയങ്ങളിൽ പ്രകാശം ചൊരിയുമെന്നും നന്മയുടെ പ്രതിബിംബങ്ങളായി മനുഷ്യർ മാറുമെന്നും ഒക്കെ പ്രവചനങ്ങളുണ്ട്. നമ്മൾ ഇപ്പോഴും നിദ്രയിലാണ്. പോരാ, അവൻ അശാന്തിയുടെ കൂട്ടുകാരനാണ്, അവൻ അസംതൃപ്തനാണ്, അവൻ്റെ ഭാവിയെക്കുറിച്ച് അവൻ വലിയ ഭയത്തിലാണ്. ദൈവത്തെ ആരാധിക്കുന്നവരുടെ വിധി ഇപ്രകാരമായിരിക്കുവാൻ ഒരു വഴിയുമില്ല. അവനിലേക്ക് അവരെ നയിക്കുന്ന പാതയിൽ ഇത്തരം ഗർത്തങ്ങളൊന്നുമില്ല. മനുഷ്യന് ഭയമാണ്. എൻ്റെ ജീവിതം എങ്ങനെ ഇനി മുന്നോട്ട് പോകും? വലിയ പ്രശ്നങ്ങളാണ്, പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളാണ്. നമ്മൾ അല്ലാഹു സർവശക്തനാണെന്ന് വിശ്വസിക്കുന്നു, പറയുന്നു. എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ നമ്മളെ രക്ഷിക്കും, സഹായിക്കും, കൂടെയുണ്ട്, എനിക്കൊന്നും ഭയപ്പെടാനില്ല. ഇതൊക്കെയാണ് നമ്മൾ വെറുതെ നാവ് വെച്ച് പറയുന്നത്. ഉള്ളിൽ അതില്ല. എത്ര വലിയ പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ പര്യാപ്തമായ ഒരു സർവശക്തൻ, ഒരു ദൈവം, ഒരു പരബ്രഹ്മം, ഒരു അല്ലാഹു, ഒരു യഹോവ ഈ ഭൂമുഖത്ത് നിലനിൽക്കുന്നു. എല്ലാ
വിഭാഗം ആളുകളിലേക്കും ഈ സന്ദേശം എത്തിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ പാരായണം ചെയ്ത വചനം ഈ വിഷയവുമായി വളരെയധികം ബന്ധിതമാണ്. ജനങ്ങളെ എങ്ങനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ കഴിയുമെന്ന് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. മരിച്ചു കിടക്കുന്നവരെ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത്? അതിന് നമ്മുടെ ഭരണാവസ്ഥയിൽ നിന്നും നമ്മളൊന്ന് ജീവിച്ചു വന്നെങ്കിലേ പറ്റൂ. ജമാഅത്ത് ഇസ്ലാഹിൽ ഇസ്ലാമിലെ ഒരംഗം, തൻ്റെ ഉത്തരവാദിത്വങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരംഗം, അവൻ തീർച്ചയായും അവനെ അള്ളാഹുവിൻ്റെ സേവനത്തിനായി വിട്ടുകൊടുക്കുന്നു. നമ്മൾ ജമാഅത്ത് ഇസ്ലാഹിൽ ഇസ്ലാമിൽ പ്രവേശിച്ചവൻ യഥാർത്ഥമായ നിലയിൽ ബൈഅത്ത് ചെയ്ത് തൻ്റെ ജീവിതം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ തീർച്ചയായും അള്ളാഹുവിൻ്റെ സേവനത്തിനായി, അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യുന്നതിനായി വിട്ടുകൊടുക്കും. നമ്മളെ അങ്ങ് വിട്ടുകൊടുക്കുക. എന്തിനാ? ദൈവസേവനത്തിനായി. ആ ദൈവസേവനത്തിനായി വിട്ടുകൊടുക്കുന്ന ഏറ്റവും, എല്ലാവരും വിചാരിക്കും ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് അങ്ങനെ അല്ല, നല്ലതുപോലെ പഠിക്കണം കുട്ടികളൊക്കെ. വിചാരിക്കും ഞങ്ങൾ ഇനി ദൈവസേവനത്തിന് പോകാമെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് മാതാപിതാക്കളെടുത്ത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുക, ഭംഗിയായിട്ട് പഠിക്കുക, എന്നിട്ട് ഏറ്റവും ഉന്നതമായ ശ്രേണിയിലേക്ക് എത്താൻ ശ്രമിക്കുക. എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് സമ്പത്തിൻ്റെ കൂമ്പാരങ്ങൾ വന്നിറങ്ങും. അത് ഈ നിലയിലുള്ള സാധുക്കളായ ആളുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി നമ്മൾ കൈ ഇങ്ങനെ, നമ്മുടെ സുൽഫിക്കർ അലി സാഹിബ് കൈ നീട്ടിക്കഴിഞ്ഞാൽ പക്ഷികൾ വന്ന കൈകളിൽ ഇരിക്കുന്ന രംഗം ഞാൻ നമ്മളതൊന്ന് സ്നേഹിക്കുക, ഒന്ന് പരിശീലിച്ചു പോകണം. അപ്പോൾ അങ്ങനെ കാരണം അതിനെ പിടിക്കുമെങ്കിൽ പിന്നീട് ഒരു പക്ഷിയും ആ കൈ എടുത്തില്ല. അവരത്രയും നിരീക്ഷണം നടത്തിയതിന് ശേഷമാണ് ആ കയ്യിൽ വന്ന് ഇരിക്കുകയുള്ളൂ, അല്ലാതെ ആ കൈകളിൽ വരില്ല. അപ്പോൾ നമ്മളെ എന്ത് ചെയ്യണമെന്ന്, അള്ളാഹുവിൻ്റെ സേവനത്തിനായി നമ്മളെ അങ്ങ് വിട്ടുകൊടുക്കുക. വേറെ ഒരാളിൻ്റെ സേവനത്തിനുമല്ല, നമ്മൾ അള്ളാഹുവിൻ്റെ സേവനത്തിനായിട്ട് വിട്ടുകൊടുക്കുക. അപ്പോൾ ഇത് ആളുകൾ തെറ്റായ നിലയിൽ അത് മനസ്സിലാക്കുന്നു. അള്ളാഹുവിൻ്റെ സേവനത്തിനായി വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ കഠിനാധ്വാനം ചെയ്യുന്നവനായിരിക്കണം. ജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനമായി അധ്വാനിക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഖലീഫത്തുള്ള പറയുന്നതിനുള്ള ധനം ആവശ്യമുണ്ട്. അതിനെന്ത് ചെയ്യണം? നമ്മളെല്ലാവരും കഠിനമായിട്ട് അധ്വാനിക്കണം, സമ്പത്ത് ഉണ്ടാക്കണം, എന്നിട്ട് ദൈവവഴിയിൽ അത് ചെലവഴിക്കണം. അതിന് നമ്മൾ വെറുതെ ഇരുന്നാലൊക്കത്തില്ല. വെറുതെ കാര്യവും പറഞ്ഞ് മൊബൈലും വെച്ചുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല. അധ്വാനിക്കണം. വജഅൽന നഹാറ മആഷ, അല്ലാഹു തആല ഈ പ്രഭാതത്തെ, ഈ പകലിനെ 12 മണിക്കൂർ നമുക്ക് നിശ്ചയിച്ചാക്കി തന്നിരിക്കുന്നത് ഈ 12 മണിക്കൂർ മആഷിന് വേണ്ടിയാണ്, ജീവിതവൃത്തി കണ്ടെത്തുന്നതിന് വേണ്ടി, കഠിനമായി പരിശ്രമിക്കുന്നതിന് വേണ്ടി. വജഅൽന നഹാറ മആഷ, പകൽ സമയത്ത് ചുമ്മാ കിടന്ന് ഉറങ്ങിയും താളമടിച്ചും സംസാരിച്ചും സമയം കളയാൻ നമുക്ക് സമയമില്ല. കഠിനമായിട്ട് അധ്വാനിക്കുക, എന്നിട്ട് രാത്രിയിൽ നിങ്ങൾക്ക് വിശ്രമം. അതാണ് നമ്മുടെ ജീവിതം. ആ നിലയിൽ എനിക്ക് കഠിനമായി അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കി അപ്പുറത്ത് കഷ്ടപ്പെടുന്നതായ ആളുകൾക്ക് കൊടുക്കണമെന്ന്, അത് വിശ്വാസികൾക്കുള്ള ധർമ്മബോധമാണ്. അതേസമയം അവൻ മാനവകുലത്തിൻ്റെ സേവനത്തിലുമായിരിക്കും. അവൻ മാനവകുലത്തെ തങ്ങളുടെ സൃഷ്ടാവിലേക്ക് ക്ഷണിക്കുന്നവരായിരിക്കും. ഈ കാണിക്കുന്ന ഈ പ്രത്യേകമായ അനുകമ്പ, സ്നേഹം, ഔദാര്യം, ആശ്വാസം, ഈ വാക്കുകളൊക്കെ കൊടുക്കുമ്പോൾ, ഈ നമ്മുടെ ഒരു സഹോദരൻ സാദിഖ് അലി സാഹിബ് ഒരു കൊച്ചു കച്ചവടമൊക്കെ ചെയ്തതാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന് വളരെ വലിയ ഒരു ഭാഗ്യമാണ് ആളുകൾ ഒരുപാട് പേരുടെ വീടുകളിൽ സന്ദർശിക്കാനുള്ള അവസരം. ധൈര്യമായിട്ട് കയറിപ്പോവാം. പോയി കഴിയുമ്പോൾ അവിടെ പ്രായമായ അച്ഛന്മാരുണ്ടാവും, അമ്മമാരുണ്ടാവും, ചേച്ചിമാരൊക്കെ ഉണ്ടാവും.
എല്ലാവരും നിരാശയിലാണ്. ലക്ഷപ്രഭുക്കളുമുണ്ട്, പട്ടിണി പാവങ്ങളുമുണ്ട്. എല്ലാവരും നിരാശയിലാണ്. രോഗികളും കഷ്ടപ്പെടുന്നവരും പ്രയാസം അനുഭവിക്കുന്നവരും, അച്ഛനെടുത്തിട്ട് അടിക്കുന്ന മക്കളും, മക്കൾ അച്ഛനെ അടിക്കുന്ന കുടുംബങ്ങളും, അമ്മയെ എല്ലാവരും കൂടെ ചേർന്ന് അടിക്കുന്നതും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് എന്തോ മക്കളെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പോൾ അവരുടെ മുമ്പിൽ ആശ്വാസത്തിൻ്റെ വാക്ക് നമുക്ക് പറയുവാൻ കഴിയുമെങ്കിൽ, ഒന്നും പേടിക്കണ്ടമ്മേ, സർവശക്തനായ ദൈവം നമ്മളെ രക്ഷിക്കും, അമ്മ ദൈവത്തെ മനസ്സിൽ കരുതി സുഖമായി കിടന്ന് ഉറങ്ങാൻ നോക്ക്, അങ്ങനെയൊക്കെയാ മോനെ, അല്ലാതെ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ അങ്ങനെയുള്ള ആശ്വാസവാക്ക് കൊടുക്കുവാൻ ഇവിടെ ആരുമില്ല. കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അവർക്ക് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ശാന്തിയും സമാധാനവും മാനവകുലത്തിന് നൽകുന്നതിന് വേണ്ടി ഒരു വസ്തുത ഞാൻ വ്യക്തമാക്കട്ടെ. വിശുദ്ധ ഖുർആന്റെ അധ്യാപന പ്രകാരം എല്ലാ വഴികളും ദൈവത്തിലേക്ക് നയിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഒരു നേർപാത നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് ചിന്താപരമായ പാതയാണ്, അത് ദൈവത്തിലേക്ക് നയിക്കുന്നതാണ്. നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ ജനങ്ങൾ ഏത് വിശ്വാസത്തിലായാലും ശരി, അവർ ദൈവത്തെ കണ്ട് ഇച്ഛ പ്രകടിപ്പിക്കുന്നുവെങ്കിൽ, അഥവാ അവനിലേക്ക് മാർഗദർശനം നൽകപ്പെടുന്നുവെങ്കിൽ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവർ എന്ന നിലയിലുള്ള നമ്മുടെ ഭാരിച്ച ജോലി അല്പം പോലും ബുദ്ധിമുട്ടുള്ളതോ പ്രയാസകരമോ. കാരണം ഈ കാര്യത്തിൽ അള്ളാഹു താല നമ്മെ സഹായിക്കുന്നതാണ്. ഇത് സംബന്ധമായി അള്ളാഹു താല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, നമ്മുടെ കാര്യത്തിൽ പരിശ്രമിക്കുന്നവരാരോ അവരെ തീർച്ചയായും നാം നമ്മുടെ മാർഗങ്ങളിൽ നയിക്കുന്നതാണ്. അള്ളാഹു നിശ്ചയമായും സദ്വൃത്തരുടെ കൂടെയാണ്. നമ്മുടെ കാര്യത്തിൽ പരിശ്രമിക്കുന്നവരാരോ അവരെ തീർച്ചയായും നാം നമ്മുടെ മാർഗങ്ങളിൽ നയിക്കുന്നതാണ്. നമ്മുടെ കാര്യം എന്ന് അള്ളാഹു താല പറയുന്നു, അള്ളാഹുവിൻ്റെ കാര്യമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സേവിക്കുക എന്നുള്ളത്, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത്, ആ സൃഷ്ടികളെ ദൈവത്തിലേക്ക് വിളിക്കുക എന്നുള്ളത്. അപ്പോൾ സൃഷ്ടി സേവനത്തിലൂടെ അവർക്ക് ആശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് സൃഷ്ടികളെ സൃഷ്ടാവിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവൃത്തി. മനുഷ്യൻ സ്വയമേവ ശക്തനല്ല, സ്വയമേവ വേണ്ടത്ര പ്രകാശപൂരിതനുമല്ല, ദൈവത്തെ സ്വയമേവ കണ്ടുപിടിക്കുവാനുള്ള ബുദ്ധിശക്തിയുമില്ല. ദൈവം അവൻ തന്നെയാണ് മനുഷ്യനിലേക്ക് പോകുന്നത്, അവനെ കണ്ടുപിടിക്കുന്നതും ദൈവം തന്നെയാണ്. എന്നാൽ ഒരു നിബന്ധനയുണ്ട്, അതായത് മനുഷ്യന് ഒരാഗ്രഹമുണ്ടായിരിക്കണം, അവനിലേക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരണമെന്നുള്ള ഒരഭിനിവേശം ഉണ്ടായിരിക്കണം. നമുക്ക് അള്ളാഹു വേണം, അള്ളാഹുവിനെ വേണം എന്ന് നമ്മൾ ഒരഭിനിവേശം, ഒരാഗ്രഹം, ഒരു ഉത്കടമായ ആഗ്രഹം നമ്മളിലുണ്ടെങ്കിൽ അവൻ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അതാ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇദാ സഅലക ഇബാദി അന്നീ, എൻ്റെ ദാസന്മാർ എന്നെപ്പറ്റി ചോദിച്ചാൽ, ഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബുൻ, ഞാൻ അവരുടെ സമീപത്തുണ്ട് എന്ന് പറയാം. അപ്പം ദൈവം നമ്മുടെ സമീപത്തുണ്ട്. ദൈവപ്രീതി കാക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നതെങ്കിൽ ആ പ്രീതി അത് നടപ്പിലാക്കുന്നതിന് പര്യാപ്തമായ ജീവിത വഴികൾ അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത്. ദൈവത്തിലേക്ക് ക്ഷണിക്കുന്ന അനേകരെ ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. കൂടുതൽ പേരും അവരുടെ ഊർജം മുഴുവൻ വാദിച്ച് ജയിക്കുവാനായി ഉപയോഗിക്കുന്നു. ഇതാണ് അതിൻ്റെ ശരി. മറ്റേത് അങ്ങനെ വാദമാണ്. അതിൻ്റെ ഫലം വെറും വട്ടപൂജ്യം എന്നവരറിയുന്നില്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിരുന്ന് വാദിച്ച് ആരോടെങ്കിലും ഇപ്പോൾ അള്ളാഹുവിനെ സ്ഥാപിച്ച് അവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കും എന്ന് പറയുന്നതിലൊരർത്ഥവുമില്ല. കാരണം ഈ ആളുകൾ ദൈവവചനം കേൾക്കുവാൻ ഒട്ടും താല്പര്യമില്ലാത്തവരാണ്, അഥവാ ദൈവത്തിൻ്റെ സ്നേഹവലയത്തിൽ കഴിയുവാൻ താല്പര്യമില്ലാത്തവരാണ്. അവർ ഭൗതികതയിൽ പൂർണ്ണ വൈദഗ്ധ്യം സിദ്ധിച്ച ആളുകളാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെ അവർ കേൾക്കുന്നത് വെറും ഉപചാരമെന്ന നിലയിൽ മാത്രമാണ്.
അവരുടെ താല്പര്യം മറ്റു പലതിലുമാണ്. അത് തികച്ചും ഭൗതിക പഠന സംബന്ധമായ കാര്യങ്ങളായിരിക്കും. ഭൗതികതയിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന ഒരാളിൻ്റെ അടുത്ത് പോയിരുന്ന് വാദമുഖങ്ങൾ തർക്കിച്ച് വെച്ചാൽ ഇതൊന്ന് പോയി കിട്ടണമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ അവർ നിൽക്കുമെന്നല്ലാതെ നമ്മുടെ അത്രയും സമയം പോകുമെന്നല്ലാതെ കൊണ്ട് അതിൽ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോഴിത് എവിടാണ് കൊണ്ടുപോയി ചെലവഴിക്കേണ്ടത് എന്ന് നമ്മൾ അറിയണം. അത്തരത്തിലുള്ള ആളുകളെ കോടാനുകോടി അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. അവരിലേക്ക് നമ്മൾ എത്തണം. എത്തി ദൈവത്തിൻ്റെ ഏകത്വത്തെ നമ്മളിലൂടെ സേവനത്തിലൂടെ പ്രകാശിപ്പിക്കണം, നല്ല വാക്കുകളിലൂടെ പ്രകാശിപ്പിക്കണം, ആശ്വാസങ്ങളിലൂടെ പ്രകാശിപ്പിക്കണം. അങ്ങനെ ആണ് ദൈവത്തെ നമ്മൾക്ക് മറ്റുള്ളവരിൽ. അതുകൊണ്ട് ദൈവവും അതുമായി ബന്ധപ്പെട്ട കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പാത സ്വീകരിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ ജീവിതം ആരംഭിക്കണം. അതിനുള്ള പ്രതിജ്ഞയായിരിക്കണം ഇവിടെ നിന്നും നമ്മൾ എടുക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൽ വന്ന പാളിച്ചകൾ എന്തൊക്കെയാണ് എന്ന് ആത്മപരിശോധന നടത്തി ആ പാളിച്ചകളൊക്കെ തിരുത്തി ഒരു പുതു മനുഷ്യനായിട്ട് ഒരു പുതു ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടി എന്താണ് ഈ ആളിൽ ഇത്രയും മാറ്റം വന്നത് എന്ന് സമൂഹം അറിയണം. ആ നിലയിൽ ശക്തമായ നിലയിൽ നമ്മൾ അല്ലാഹു വെട്ടിത്തുറന്ന് തന്ന പാതയിലൂടെ മാത്രമേ ഞങ്ങൾ സഞ്ചരിക്കൂ. ആ സഞ്ചാരം ജനങ്ങളുടെ പ്രീതി അല്ല, അല്ലാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളോടും ഏറ്റവും ഉത്തമമായ നിലയിൽ പ്രവർത്തിക്കുന്നവരായി നമ്മൾ മാറണം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാം ദൈവസവിധത്തിൽ സമർപ്പിച്ച ചോദ്യവും ഇതുതന്നെയാണ്. ഇതെനിക്ക് എങ്ങനെയാണ് ചെയ്യുവാൻ സാധിക്കുക? അദ്ദേഹം ദൈവത്തോട് ആരാഞ്ഞു, ഞാനൊരു നിസാര സൃഷ്ടിയാണ്, എന്നെയോ തൻ്റെ കാലത്തെ ജനസമൂഹം നിരാകരിച്ചിരിക്കുന്നു, തിരസ്കരിച്ചിരിക്കുന്നു. എന്നാൽ അവരെ മരണാവസ്ഥയിൽ നിന്നും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനുള്ള ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം ഇപ്രകാരം ചോദിക്കുകയുണ്ടായി, എൻ്റെ രക്ഷിതാവെ, മരണപ്പെട്ടവരെ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത്? ഞാൻ നിന്നോട് യാചിക്കുകയാണ്, എനിക്ക് പറഞ്ഞു തരൂ. എനിക്ക് സത്യമായും അറിയാം നിൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്നതാണെന്ന്. എനിക്കറിയാം ഒരു ദിനത്തിൽ എൻ്റെ അനുചരന്മാർ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും എണ്ണമറ്റതായി വർദ്ധിക്കുന്നതാണെന്ന്. ഇതിലെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ഞാൻ ആദരവോടെ ചോദിക്കുകയാണ്, എങ്ങനെയാണ് മരണപ്പെട്ടവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നത്? അപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിന് ഇപ്രകാരം മറുപടി നൽകുകയുണ്ടായി. അവ 4 പക്ഷികളുടെ കാര്യം പറയുന്നു. ഇന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആദരിക്കാത്തവരാരാണ് ഈ ഭൂമുഖത്ത്? എത്ര ജനസമൂഹമാണ് ഭൂമുഖത്തുള്ളത്? കോടാനുകോടി ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടങ്ങുന്ന മുഴുവൻ ലോകവും ഇബ്രാഹിമിനെ ആദരിക്കുന്നു. അദ്ദേഹം ചെയ്ത ദൗത്യം, തൻ്റെ ജനത അദ്ദേഹത്തെ നിരാകരിച്ചു, തള്ളിക്കളഞ്ഞു, ആരാരും സ്വീകരിച്ചില്ല. എങ്ങനെയാണ് പിന്നെ ഈ ദൗത്യം എത്തിക്കുന്നത്? അദ്ദേഹം മൃദുമാനസനായ നിഷ്കളങ്കനായ ഒരാളായിരുന്നു. അങ്ങനെ ആ ഒറ്റയ്ക്കായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് ഖലീലുള്ള, അള്ളാഹുവിൻ്റെ ഖലീലായിട്ട് അല്ലാഹു തആല വരികയാണ്. അങ്ങനെ ഇബ്രാഹിം നബിയുടെ ഒരു കൂട്ടുകാരനായി അള്ളാഹു മാറി. ആ നിലയിലേക്ക് നമുക്കും ഈ വഴി പിന്തുടരുകയാണെങ്കിൽ അല്ലാഹു തആല നമ്മുടെ ഖലീലാവും. നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ഖലീലാവും. ആ നിലയിൽ നമ്മൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ആവശ്യമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അത് നമുക്ക് കിട്ടിയിരിക്കും. ആ നിലയിലേക്ക് നമ്മൾ വരുമ്പോൾ സമാധാനം, വ്യക്തിക്ക്, കുടുംബത്തിനും സമൂഹത്തിനും സമാധാനമുണ്ടാകും. അതിനുവേണ്ടി കൂട്ടായ ഒരു യത്നം നടത്തുവാൻ ലോകമെങ്ങുമുള്ള അനുചരന്മാരെ അദ്ദേഹം ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ നിസ്സഹായനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അതുപോലെ പ്രവാചകന്മാരെല്ലാം നിസ്സഹായരായിട്ട് വരികയാണ്. അവരുടെയിലൊന്നും ഒന്നുമില്ല, അവരുടെയിലൊക്കെ സാമ്പത്തികമായിട്ടൊന്നും ഒന്നുമില്ല. ഭൗതികമായ പല സ്ഥാനമാനങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. പിന്നെ വിദ്യാഭ്യാസം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. സമൂഹത്തിലെ ഏറ്റവും നിസ്സാരന്മാരിൽ നിസ്സാരന്മാരായിട്ടായിരിക്കും അവരുടെ ആഗമനം. പക്ഷേ അള്ളാഹുവിൽ നിന്നുള്ള വഹി അവർക്ക് ലഭിക്കുന്നു. നമുക്ക് വെറും വാഹനം ഓടിച്ചു നടന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ അള്ളാഹുവിൽ നിന്ന് എനിക്ക് വഹി കിട്ടുന്നു എന്നും എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതിന് ശേഷം കഴിഞ്ഞ 23 വർഷക്കാലമായി അദ്ദേഹം നടത്തിയ വെള്ളിയാഴ്ച ഖുത്ബകൾ തന്നെ ഏതാണ്ട് 10-20 വാള്യമായിട്ട് നമ്മൾ പരിഭാഷപ്പെടുത്തിയത് തന്നെ ഇരിക്കുകയാണ്. പിന്നെ നടത്തിയ എത്ര പ്രഭാഷണങ്ങൾ, എത്ര പുസ്തകങ്ങൾ, എല്ലാം ആത്മീയത ജ്വലിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ. നമ്മളെ ഓരോ പാരഗ്രാഫ് നമ്മൾ വായിക്കുമ്പോഴും ഒരു ആത്മീയ പാഠം അതിനകത്ത് തിളങ്ങി നിൽക്കും. ആ നിലയിൽ നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് മരണാവസ്ഥയിൽ നിന്നും ജീവിതാവസ്ഥയിലേക്ക്. നമ്മളൊക്കെ മരണപ്പെട്ട് കിടന്ന് നമ്മെ ജീവിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ആ ജീവജലം നമ്മൾ കഴിക്കുന്നുണ്ടോ, അത് പാനം ചെയ്യുന്നുണ്ടോ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തി നോക്കിയാൽ നമ്മളൊക്കെ വലിയ കുറ്റവാളികളാണ്. ആ ആത്മജലം നമ്മൾ സ്വയം കുടിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒന്ന് പകർന്നു കൊടുത്ത് ഈ ദാഹജലം, ഈ ജീവജലം, ഈ മരണാവസ്ഥയിൽ നിന്നും അവരെ ഒന്ന് ജീവപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ വട്ടം കൂടിയിട്ട് അടിക്കുന്ന, അത് പണ്ട് കാലങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമുക്ക് മാനവകുലത്തെ ക്ഷണിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് കത്തിജ്വലിക്കുന്ന ആ പ്രകാശഗ്രന്ഥം നമുക്ക് നൽകിയിരിക്കുന്നു. അത് വിശദീകരിച്ച് തരുന്നതിന് വേണ്ടി അവൻ്റെ കാരുണ്യത്താൽ ആളെയും നിയോഗിച്ചിരിക്കുന്നു. അദ്ദേഹം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലൂടെ ഈ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് നമ്മൾ മരണാവസ്ഥയിൽ കിടക്കുന്ന നമ്മൾ ആ ജീവജലം ഇറക്കിത്തരുന്ന ആ ജീവജലം നമ്മൾ ഓരോരുത്തരും പാനം ചെയ്യുമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജീവസുറ്റവരായി തീരുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവരെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുകയും ചെയ്യും. അല്ലെങ്കിൽ അവരെല്ലാം അധർമ്മത്തിലും അക്രമത്തിലും ചതിയിലും വഞ്ചനയിലും ലോകത്തിലെ എല്ലാ അധർമ്മങ്ങളും കുടികൊള്ളുന്ന ഒരു ജനസമൂഹമായി ലോകം മാറിപ്പോകും. അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളിൽ നിന്നും കോടാനുകോടി ജനങ്ങളുണ്ട്, അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തവരാണ് നിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്നവരാണ്. തൂമിനൂന ബില്ലാഹ്, അവർ അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുന്നവരുമാണ്. ആ ഒരു ഗുണവിശേഷം നമ്മുടെ ഡ്യൂട്ടിയാണ്. നന്മ കൽപ്പിക്കുകയും തിന്മയെ നിരോധിക്കുകയും ചെയ്യുക. അത് നമ്മളിലൂടെ ഉണ്ടായി വരുമ്പോൾ നാം ഓരോരുത്തരും ജീവനുള്ളവരായി മാറുന്നു. മറ്റുള്ളവർക്ക് ജീവിതം നൽകാനും നമുക്ക് കഴിയുന്നതാണ്. അങ്ങനെ മാനവകുലത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈ നൂറ്റാണ്ടിൽ അല്ലാഹു തആല നിയോഗിച്ച നിയോഗിതിൻ്റെ ഉത്കൃഷ്ടമായ ഈ വചനങ്ങളും ഈ ഉപദേശങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിത സാക്ഷാത്കാരം നേടുന്നതിന് വേണ്ടി രാപകലില്ലാതെ അഹോരാത്രം പരിശ്രമിക്കേണ്ടവരാണ് നമ്മൾ. നമ്മളുടെ കുടുംബാന്തരീക്ഷം ഈ രീതിയിൽ ദിവസവും ഖലീഫത്തുള്ളാഹിയുടെ ഏതെങ്കിലും പ്രഭാഷണങ്ങൾ വായിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മളുടെ ജീവിതം പ്രഭാതത്തിൽ ആരംഭിക്കേണ്ടത്, പ്രദോഷത്തിലോ. അതെല്ലാം വിശുദ്ധ ഖുർആൻ പഠിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും വിശുദ്ധ ഖുർആൻ്റെ വിശദീകരണവും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനവും കാലത്തിൻ്റെ ഇമാമുകളുടെ സദുപദേശങ്ങളും നിറയപ്പെട്ടതാണത്. അത് വായിക്കുമെങ്കിൽ നമ്മളിൽ പുതിയ ഒരു ജീവിതം തന്നെ ഉണ്ടാവും. അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹു അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.